മന്ത്രോപദേശം 2. ശ്രീമഹാഗണപതിക്ക് വന്ദനം. സരസ്വതീദേവിക്കും ശ്രീഗുരുമഹാരാജിനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീസായീശ്വരന്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയന്റെ പ്രണാമം. പ്രിയഭക്തൻ ശ്യാമയുടെ പ്രാർത്ഥന കേട്ട് മനമലിഞ്ഞ് കൃപാമയിയായ സായീശ്വരി ആ അമ്മയെ മസ്ജിദിലേക്ക് വിളിപ്പിച്ചു. ബാബ അവരോട് സ്നേഹപൂർവം പറഞ്ഞു, അമ്മേ, എന്തിനാണ് ഈ ഉപവാസം? എന്തിനാണ് ഈ വിലയേറിയ ജീവിതം ഇങ്ങനെ ക്ലേശിപ്പിക്കുന്നത്? പ്രായമുള്ള ഏത് സ്ത്രീയെയും ബാബ അമ്മയെന്നാണ് വിളിക്കാറ്. പുരുഷന്മാരെ കാക്ക, ബാപ്പു, ഭായി എന്നൊക്കെ വിളിക്കും. അമ്മേ, ഇങ്ങനെ സ്വയം പീഡിപ്പിക്കരുത്. എനിക്കത് നൊമ്പരമാകും. എനിക്ക് നിങ്ങൾ മാതൃതുല്യാണ്. ഞാൻ മകനുമല്ലേ? ഞാനൊരു അത്ഭുതകരമായ സംഭവം പറയാം. ദയവായി കേൾക്കുമോ? എനിക്കൊരു ഗുരുനാഥനുണ്ടായിരുന്നു. പരമദയാലു, പക്ഷേ മഹായോഗീശ്വരനും. എത്രയോ കാലം ഞാൻ അവിടത്തെ സേവിച്ചു, പരിചരിച്ചു. ഒരിക്കൽ പോലും ഗുരുനാഥൻ എന്റെ കാതിൽ മന്ത്രമോദിയില്ല. പക്ഷേ ഞാൻ എന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. എന്ത് ത്യാഗം ചെയ്തിട്ടാണെങ്കിലും എനിക്ക് അദ്ദേഹത്തിൽ നിന്നും ഉപദേശം ലഭിക്കണം. അതെന്റെ തീവ്രമായ ആഗ്രഹമായിരുന്നു. എന്നാൽ എന്റെ ഗുരുനാഥൻ അദ്ദേഹത്തിന്റേതായ രീതിയുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം എന്നോട് ദക്ഷിണയായി 2 പൈസ ആവശ്യപ്പെട്ടു. എല്ലാമുള്ളവനായ എന്റെ ഗുരുനാഥൻ എന്തിന് 2 പൈസ എന്ന് സംശയിക്കണ്ട. അദ്ദേഹം 2 പൈസ എന്ന് ആവശ്യപ്പെട്ടത് വിശ്വാസവും ക്ഷമയുമാണ്. ഈ 2 പൈസയായിരുന്നു അവിടത്തേക്ക് വേണ്ടിയിരുന്നത്. ഞാൻ അത് നൽകി. അദ്ദേഹം അതോടെ പരമസന്തുഷ്ടനായി. വിശ്വാസവും ക്ഷമയും ഗുരു ശിഷ്യനിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ഇതില്ലാതെ എങ്ങനെ ഗുരുവിന് ശിഷ്യനെ രക്ഷിക്കാനാകും? 12 വർഷത്തോളം ഞാൻ എന്റെ ഗുരുനാഥനെ ആശ്രയിച്ചു. അവിടുന്ന് എന്നെ സ്നേഹപൂർവ്വം വളർത്തി. ആഹാരത്തിനും വസ്ത്രത്തിനും ഒരിക്കലും മുട്ടുവരുത്തിയില്ല. ശിശുവിനെപ്പോൽ അദ്ദേഹം എന്നെ പരിപാലിച്ചു. പ്രേമസ്വരൂപനായിരുന്നു എന്റെ ഗുരുനാഥൻ. അത്തരം ഗുരുക്കന്മാർ വളരെ വളരെ വിരളം. ആ സാമീപ്യത്തിൽ ഞാൻ അനുഭവിച്ച അത്യാനന്ദം ആർക്ക് എങ്ങനെ വർണ്ണിക്കാനാകും? രാപകൽ ഞാൻ വിശപ്പുപോലും അറിഞ്ഞില്ല. അവിടുത്തെ മിഴികളിൽ നോക്കി അതിലൂരിവരുന്ന പ്രേമവും പാനം ചെയ്ത് ഞങ്ങളെല്ലാം മറന്നിരിക്കും. എനിക്കവിടുത്തെ കൂടാതെ നിമിഷം പോലും കഴിയുക അസാധ്യമായി. ഗുരുനാഥനും ഇതുതന്നെയായിരുന്നു എന്നിൽ നിന്നും പ്രതീക്ഷിച്ചത്. എന്നെയല്ലാതെ മറ്റൊന്നും അവിടുന്ന് ആഗ്രഹിച്ചില്ല. പക്ഷേ എന്നെ സമസ്ത ക്ലേശങ്ങളിൽ നിന്നും അവിടുന്ന് സദാ സംരക്ഷിച്ചുപോന്നു. ഒരിക്കലും അവിടുത്തെ പ്രേമം ഒരിറ്റുപോലും കുറഞ്ഞിരുന്നില്ല. തള്ളയാമ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതും പോഷിപ്പിക്കുന്നതും എങ്ങനെയാണ്? ആമയുടെ പ്രേമാർദ്രമായ ദൃഷ്ടികൊണ്ട്. പ്രേമമൊഴുകുന്ന ആ കടാക്ഷമാണ് ആമക്കുഞ്ഞുങ്ങളുടെ രക്ഷാകവചം. അതുപോലെ തൂക്കൻ കടാക്ഷമാവുന്ന പ്രേമപീയൂഷത്താലാണ് ഗുരുനാഥൻ എന്നെ പരിപാലിച്ചത്. അമ്മേ, ഈ മസ്ജിദിലിരുന്ന് ഞാൻ സത്യമാണ് പറയുന്നത്. എന്റെ കൃപാലുവായ ഗുരുനാഥൻ ഒരിക്കലും എന്റെ കാതിൽ മന്ത്രം ഉപദേശിച്ചിട്ടില്ല. പിന്നെ ഞാനെങ്ങനെ അമ്മയ്ക്ക് മന്ത്രം ഉപദേശിക്കും? തള്ളയാമയുടേതുപോലുള്ള ഗുരുകടാക്ഷം മാത്രം അമ്മ നേടിയാൽ മതി. മന്ത്രോപദേശമോ മറ്റ് ലഭിക്കാനായി വാശി പിടിക്കരുത്. അതിന്റെ ആവശ്യമേയില്ല. ചെല്ലൂ, പോയി എന്തെങ്കിലും കഴിക്കൂ. ജീവൻ അപകടത്തിലാക്കരുത്. എന്നിൽ ഉറച്ചു വിശ്വസിക്കൂ. തീർച്ചയായും പുരോഗതി നേടാനാകും. അനന്യമായ ഭക്തിയോടെ എന്നെ തേടൂ, ആരാധിക്കൂ. അങ്ങനെയുള്ളവരെ ഞാൻ പരിരക്ഷിക്കും. ശാസ്ത്രങ്ങളും മറ്റും പഠിച്ച് കാലം കളയേണ്ട. ഗുരുവാണ് രക്ഷകനും ശിക്ഷകനുമെന്നുമുള്ള ഉറച്ച വിശ്വാസം മാത്രം മതി. ഗുരുനാഥന്റെ ഈ മഹത്വം അറിഞ്ഞ് അവിടുന്ന് തന്നെയാണ് ഹരനും ഹരിയും പരബ്രഹ്മവുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവൻ അനുഗ്രഹീതനാണ്. സായീശ്വരന്റെ വചനാമൃതധാര വൃദ്ധയെ ആശ്വസിപ്പിച്ചു. അവരുടെ സംശയങ്ങൾ അകന്നു. കാര്യങ്ങൾ മനസ്സിലായി. ആ തൃച്ചരണങ്ങളിൽ ശിരസ്സു ചേർത്ത് ആ അമ്മ ഉപവാസം അവസാനിപ്പിച്ചു. ശ്യാമ പറഞ്ഞ കഥ കേട്ട് ഞാൻ വല്ലാതായി. ഈ സന്ദർഭത്തിൽ അക്കമയുടെ പ്രാധാന്യവും മനസ്സിലായി. ശരീരം കുളിരുകോരിയിട്ടു. തൊണ്ട ഇടറി. ബാബയുടെ കൃപയോർത്ത് കണ്ണുകളിൽ നനവൂരി. എന്റെ വല്ലാത്ത മൗനവും ഭാവവും കണ്ട് ശ്യാമ ചോദിച്ചു, എന്തുപറ്റി? എന്തേ ഒന്നും മിണ്ടാതിരിക്കുന്നു? ഇങ്ങനെ എത്രയേറെ ലീലകളാണ് പറയാനുള്ളതെന്നോ? സായീശ്വരന്റെ കഥകൾ അനന്തമാണ്. സായി ലീലകൾ ആർക്കു പറഞ്ഞു തീർക്കാനാകും? ശ്യാമ സംസാരിക്കവേ മസ്ജിദിൽ മണിമുഴങ്ങി. മധ്യാഹ്ന ആരതി സമയം. ഞങ്ങൾ ഉടൻ തിരക്കിട്ട് മസ്ജിദിലേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ ആരതി നടക്കുകയാണ്. നല്ല തിരക്കുണ്ട്. ശ്യാമ എന്റെ കൈയും പിടിച്ചു വലിച്ച് ബാബയുടെ മുന്നിലെത്തി. ശ്യാമ അവിടുത്തെ വലതുഭാഗത്തിരുന്നു. എന്നെ ബാബയുടെ തിരുമുന്നിലും ഇരുത്തി. അതീവ വാത്സല്യത്തോടെ അവിടുന്ന് എനിക്കൊരു കടാക്ഷം നൽകി. പിന്നെ ചോദിച്ചു, ശ്യാമ നൽകിയ ദക്ഷിണ കൊണ്ടുവരൂ. ഡബിൾ കോട്ട്. ബാബാ, ശ്യാമ രൂപയ്ക്കുപകരം നമസ്കാരങ്ങളാണ് നൽകിയത്. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. ഡബിൾ കോട്ട്. ഓ, ശരി ശരി. നിങ്ങൾ സംസാരിച്ചുവോ?
എന്താണ് സംസാരിച്ചത്? എന്തിനെക്കുറിച്ചാണ്? എല്ലാം എന്നോട് വിശദീകരിക്കൂ. ഡബിൾ കോട്ട്. ആരതിയുടെയും മണിയുടെയും ശബ്ദം മുഴങ്ങുന്നതിനിടയിലും ഞാൻ സന്തോഷത്തോടെ അനുഭവം വിവരിക്കാൻ തുടങ്ങി. ബാബ കൗതുകത്തോടെ കഥ കേൾക്കാൻ മുന്നോട്ടാഞ്ഞു. ബാബ, ശ്യാമ വിവരിച്ചതെല്ലാം വിസ്മയകരമായ ലീലകളാണ്. എനിക്കതെല്ലാം കേട്ട് വലിയ സന്തോഷമായി. ആ വൃദ്ധയുടെ കഥയാണ് എന്നെ ഏറ്റവും സ്പർശിച്ചത്. ആ കഥയിലൂടെ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കുകയായിരുന്നു. അത് മുഴുവനും എന്നോട് പറയൂ. അവിടുന്ന് ഉത്സാഹത്തോടെ തുടർന്നു. നീ എങ്ങനെയാണ് അനുഗ്രഹീതനായത്? ഞാൻ കുറച്ചു മുൻപ് കേട്ട കാര്യങ്ങൾ വിവരിച്ചു. അത് കേട്ട് സായി ഈശ്വരൻ സന്തുഷ്ടനായി. എത്ര മധുരമായ കഥ! ഇത് നീ മനസ്സിൽ സൂക്ഷിക്കൂ. നിനക്ക് സംഭവത്തിന്റെ പ്രാധാന്യം മനസ്സിലായോ? ഉവ്വ്. ബാബ, എനിക്കെല്ലാം മനസ്സിലായി. എന്റെ ആകുലതകൾ അകന്നു. മനം ശാന്തമായി. സംശയവും സങ്കടവും പോയി. ശരിയായ മാർഗം എനിക്ക് വ്യക്തമായി. ബാബ ഗാംഭീര്യത്തോടെ അരുളി, എന്റെ രീതികൾ തികച്ചും വ്യത്യസ്തമാണ്. ഈ കഥ ഒരിക്കലും മറക്കരുത്. നിനക്കത് വളരെയേറെ ഗുണം ചെയ്യും. ബാബ തുടർന്നു. ആത്മജ്ഞാനം ലഭിക്കാൻ ധ്യാനം ആവശ്യമാണ്. സകല ചരാചരങ്ങളിലുമുള്ള ഭഗവാനെ ധ്യാനിക്കൂ. അപ്പോൾ നിന്റെ മനസ്സ് ഉറയ്ക്കും, ജീവിതലക്ഷ്യം നേടാനുമാകും. എന്നിലെ തത്വത്തെ നിരന്തരം സ്മരിക്കൂ. നിനക്കതിന് കഴിയുന്നില്ലെങ്കിൽ ഇരവുപകൽ ഈ രൂപം നിരന്തരം സ്മരിക്കുക. എന്നെ കേശാദിപാദവും പാദാദികേശവും ഓർക്കൂ. അപ്പോൾ ധ്യാനവും ധ്യാനിക്കുന്നവനും ധ്യാനവിഷയവും ഒന്നായി മാറും. മനസ്സ് സൂക്ഷ്മമാകും. അതോടെ നിനക്ക് ബ്രഹ്മജ്ഞാനവും സിദ്ധിക്കും. ആമയുടെ കഥ നിനക്കറിയുമല്ലോ. തള്ളയാമപ്പുഴയുടെ ഇങ്ങേക്കരയിൽ, കുഞ്ഞുങ്ങൾ അക്കരെയും. ആമക്കുഞ്ഞുങ്ങൾക്ക് പാലോ ഭക്ഷണമോ കൊണ്ടുകൊടുക്കുന്നില്ല. പക്ഷേ കുഞ്ഞുങ്ങൾ സദാ അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്നു. അതുപോലെ തന്നെ തള്ള ആമയുടെ ദൃഷ്ടി എപ്പോഴും ആമക്കുഞ്ഞുങ്ങളിലുമായിരിക്കും. ആ ദയാദൃഷ്ടി അവയ്ക്കു വേണ്ടുന്ന ഊർജ്ജമേകുന്നു, സംരക്ഷണം നൽകുന്നു. അങ്ങനെ ആമക്കുഞ്ഞുങ്ങൾ വളരുന്നു. ഇതുപോലെ തന്നെയാണ് ഗുരുശിഷ്യന്മാർ തമ്മിലുള്ള ബന്ധവും. ബാബ ഈ അഭയവാണികൾ അരുളുമ്പോൾ ശ്രീ സച്ചിദാനന്ദ സദ്ഗുരു ജയ് എന്ന ശബ്ദം മുഴങ്ങി. ഭക്തന്മാർ ആരതി ഒഴിഞ്ഞുകഴിഞ്ഞു. അപ്പോഴേക്കും ജോഗ് പതിവുപോലെ ബാബയുടെ തൃക്കൈകളിൽ അധ്യായം 19 കൽക്കണ്ടം സമർപ്പിച്ചു. അവിടുന്ന് ഇത് അതേപടി എന്റെ കൈയിലേക്ക് പകർന്നുകൊണ്ടരുളി. ഞാനീ പറഞ്ഞതെല്ലാം മനസ്സിൽ സൂക്ഷിക്കൂ. കൽക്കണ്ടം പോലെ നീയും മധുരമയമായിത്തീരും. നിന്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും. നീ അനുഗ്രഹീതനാകും. ബാബയുടെ ഈ അഭയവാണികൾ കേട്ട് ഞാൻ തരളിതനായി. കണ്ണുനീരോടെ ബാബയെ പ്രണമിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. സ്വാമി, മറ്റൊന്നും എനിക്കു വേണ്ട. എനിക്കവിടുത്തെ അനുഗ്രഹം ഒന്നുമാത്രം മതി. സമസ്താപരാധങ്ങളും പൊറുക്കണേ. ഈ കഥ സ്മരിക്കൂ. നിരന്തരം ചിന്തിക്കൂ. ഇതുതന്നെ ധ്യാനിക്കൂ. അപ്പോഴൊക്കെ പരമാനന്ദം നിനക്കനുഭവപ്പെടും. ഇതിന്റെ സാരം ഹൃദയത്തിൽ സൂക്ഷിക്കൂ. നിന്റെ പാപങ്ങളെല്ലാം കഴുകപ്പെടും. കൂറ്റൻ തിരമാലകൾ തീരത്തടിച്ച് തകർന്ന് കുമിളകളും നുരകളുമായി തീരുന്നത് കണ്ടിട്ടില്ലേ? സത്യത്തിൽ കടലും തിരയും കുമിളയും നുരയും ഒന്നുതന്നെയാണ്. വിഭിന്ന രൂപത്തിൽ അതെല്ലാം പ്രത്യക്ഷപ്പെട്ടുവെന്നു മാത്രം. കടൽ തന്നെയാണ് തിരയായതും നുരയായതും കുമിളയായതും. ഇതുപോലെ പ്രപഞ്ചത്തിൽ ഇക്കാണുന്നതെല്ലാം ഈശ്വരൻ തന്നെ. അവ വിഭിന്ന രൂപങ്ങളായി കാണപ്പെടുന്നത് മായമൂലം. ഈ സത്യം സദാ ധ്യാനിക്കണം. ആത്മാവിന്റെ ഈ ഏകത അനുഭവിക്കാനേ കഴിയൂ. വിവരിക്കാനാവില്ല. അന്ധനായ ഒരുവനോട് ആനയെക്കുറിച്ച് എത്ര വിശദീകരിച്ചിട്ടും കാര്യമില്ല. എത്ര പറഞ്ഞാലും അവന് ആനയുടെ രൂപം ലഭിക്കില്ല. പക്ഷെ കണ്ണുണ്ടെങ്കിലോ ഒരൊറ്റ കാഴ്ച മതി ആനയെന്തെന്ന് വ്യക്തമാകും. അതുപോലെ ഗുരു നൽകുന്ന ദിവ്യദൃഷ്ടിയാൽ ജ്ഞാനം ആ നിമിഷം ഉദിക്കും. സായി എന്റെയോ നിന്റെയോ നമ്മുടെയോ അല്ല. അവിടുന്ന് സമസ്ത ജീവരാശികളിലും കുടികൊള്ളുന്ന പരമാർത്ഥ ചൈതന്യമാണ്. സായീശ്വരൻ അരുളിയ ചില കാര്യങ്ങൾ ചുവടെ. അതെപ്പോഴും മനസ്സിൽ കരുതിവെക്കൂ. എന്നെന്നും നമുക്ക് മാർഗദീപമായിരിക്കും. ഒരു ബന്ധവുമില്ലാതെ ആരും എങ്ങോട്ടും പോകുന്നില്ല. എന്തെങ്കിലും കടപ്പാടോ മുൻജന്മബന്ധമോ ഇല്ലാതെ ആരും ഒന്നും ചെയ്യുന്നില്ല. അതിനാൽ ആരെയും, മനുഷ്യനെയോ പക്ഷിമൃഗാദികളെയോ ആരെയായാലും അവയെ നിന്ദയോടെ ആട്ടിയകറ്റരുത്. ആര് നിങ്ങളെ സമീപിച്ചാലും ആദരവോടെ പരിഗണിക്കുക. ദാഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളം കൊടുക്കണം. വിശപ്പുണ്ടെങ്കിൽ ആഹാരം നൽകുക. നഗ്നനാണെങ്കിൽ വസ്ത്രം നൽകുക. നിരാശ്രയനാണെങ്കിൽ ആശ്രയമേകുക. ഇவ்விധം ചെയ്താൽ ഈശ്വരൻ പ്രസന്നനാകും. ചിലർ നിങ്ങളോട് കടം ചോദിച്ചേക്കാം. കൊടുക്കാൻ കഴിയില്ലെങ്കിൽ കൊടുക്കണ്ട. പക്ഷേ അവന്റെ നേർക്ക് നായെപ്പോലെ കുരച്ചു ചാടരുത്. നിങ്ങളെ നിന്ദിക്കുന്നവരുണ്ടാകും. ഒരിക്കലും അവരോട് തിരിച്ച് പരുഷവാക്കുകൾ ഉപയോഗിക്കരുത്. അവരെ വേദനിപ്പിക്കരുത്. അവരോട് ക്ഷമിക്കുകയും വേണം.
അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആനന്ദം അനുപമം. ലോകം കീഴ്മേൽ മറിയട്ടെ. നിങ്ങൾ അക്ഷോഭ്യനായി നിലകൊള്ളണം. ഈ ജീവിതനാടകത്തെ മാറിനിന്ന് ശാന്തമായി വീക്ഷിക്കൂ. എന്നെ നിങ്ങളിൽ നിന്നും അകറ്റുന്ന മതിൽ പൊളിക്കൂ. അപ്പോൾ നമുക്ക് ഇരുവർക്കും നന്നായി ബന്ധപ്പെടാനാകും. ഞാൻ നീ എന്ന ചിന്ത ഗുരുശിഷ്യന്മാരുടെ ഇടയിൽ പാടില്ല. ആ ചിന്തയാണ് മേൽപ്പറഞ്ഞ മതിൽ. ഈശ്വരനാണ് നമുക്കുടയവൻ. അവിടുന്നല്ലാതെ രക്ഷകനായി മറ്റാരുമില്ല. അവിടുത്തെ പ്രവർത്തനങ്ങൾ അമൂല്യം, അചിന്യം, അതുല്യം. അവിടുത്തെ ഇച്ഛപോലെ സർവ്വതും നടക്കൂ. നമ്മുടെ ആഗ്രഹങ്ങൾ അവിടുന്ന് പൂർത്തീകരിക്കും, നമ്മെ നേർവഴി നയിക്കും. നാം തമ്മിൽ കണ്ടുമുട്ടിയത് തന്നെ മുൻജന്മബന്ധത്താലാണ്. നമുക്ക് തമ്മിൽ സ്നേഹിക്കാം, സേവിക്കാം. ആരാണ് മരണമില്ലാത്തവൻ? ആത്മീയോന്നതി നേടി ജന്മസാഫല്യം നേടിയവൻ. അവനാണ് മരണമില്ലാത്തവൻ. മറ്റുള്ളവർ ശ്വാസം കഴിക്കുന്നതുകൊണ്ട് ജീവിച്ചിരിക്കുന്നു എന്നു മാത്രം. സായീശ്വരനെപ്പോലൊരു ഗുരുവിനെ കിട്ടണമെങ്കിൽ അതിമഹത്തായ ഭാഗ്യം തന്നെ വേണം. ആര് ഏതുവിധത്തിൽ എന്നെ ആശ്രയിക്കുന്നുവോ അവിധം ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു എന്ന ഗീതാതത്വം ഇവിടെ സ്മരിക്കുക. കർമ്മത്തിനനുസരിച്ച് ജ്ഞാനമുണ്ടാകും. സാധന ചെയ്യുന്നതിനനുസരിച്ച് സിദ്ധിയും നേടാം. ഗീത ഇപ്രകാരം അരുളുന്നു: ആരാണോ എന്നെ മറ്റാരും ശരണമില്ല എന്ന ഭാവത്തിൽ ആശ്രയിക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും. അവന് ലഭിച്ചത് നഷ്ടപ്പെടാതെ ഞാൻ തന്നെ സംരക്ഷിക്കുകയും ചെയ്യും. യോഗക്ഷേമം വഹാമ്യഹം. ഗീത. സായീശ്വരന്റെ ഈ ഉപദേശാമൃതം കേട്ടപ്പോൾ ഒരു ഗീതാവചനം എനിക്ക് ഓർമ്മ വന്നു. യജ്ഞം കൊണ്ട് കർമ്മം ദേവന്മാരെ പ്രസാദിപ്പിപ്പിൻ, അപ്പോൾ ദേവന്മാർ നിങ്ങൾക്ക് വേണ്ടത് നൽകും. നാം പ്രവർത്തിക്കുക, ഫലം ഈശ്വരൻ നൽകിയിരിക്കും. ഇപ്പോൾ അങ്ങനെയല്ല. പ്രവർത്തിക്കാൻ നമുക്ക് വിമുഖത. പക്ഷെ ഫലം കിട്ടുകയും വേണം. അവനവന്റെ പ്രവൃത്തിയിൽ ശ്രദ്ധയും ഭക്തിയും ഉണ്ടായിരിക്കണം. നിങ്ങൾക്കപ്പോൾ തീർച്ചയായും ആനന്ദവനി കണ്ടെത്താനാകും. ആവശ്യപ്പെടാതെ തന്നെ ഭക്തനു വേണ്ട അനുഗ്രഹം സായീശ്വരൻ നൽകും. ഭക്തനിൽ ഉണരുന്ന ശുഭനിശ്ചയങ്ങളെ അവിടുന്ന് പ്രോത്സാഹിപ്പിക്കും. അതനുഷ്ഠിക്കാനുള്ള സാഹചര്യമൊരുക്കിക്കൊടുക്കും. തൃപ്പാദത്തിൽ ശരണാഗതി തേടിയാൽ അവിടുന്ന് എങ്ങനെ ഭക്തനെ സഹായിക്കുന്നു എന്ന് കേൾക്കൂ. ആചാര്യന്മാർ അരുളിയിട്ടുണ്ട്, പ്രഭാതത്തിൽ ഉണരുമ്പോൾ ഒരു ശുഭചിന്ത മനസ്സിൽ ഉയർന്നാൽ ദൃഢനിശ്ചയത്തോടെ ആ ചിന്തയെ പിന്തുടരണം. അങ്ങനെ ആ ചിന്തയെ പരിപോഷിപ്പിക്കുമ്പോൾ മനം ആഹ്ലാദത്താൽ നിറയും, ബുദ്ധി തെളിയും. അപ്പോൾ ആനന്ദം അനുഭവിക്കാം. ഇതൊന്ന് പരീക്ഷിക്കണമെന്നെനിക്ക് ആഗ്രഹമായി. ഒരു ബുധനാഴ്ച രാത്രി ഉറങ്ങും മുമ്പേ വിചാരിച്ചു, നാളെ വ്യാഴം, പുണ്യദിനം. സ്ഥലമോ പവിത്രമായ ഷീർദിയും. നാളെ മുഴുവനും എനിക്ക് രാമനാമം ജപിക്കാനും സ്മരിക്കാനും കഴിയട്ടെ. അങ്ങനെ ചിന്തിച്ച് രാമരൂപം ജപിച്ച് ധ്യാനിച്ച് ഉറങ്ങി. ഉണർന്നപ്പോൾ ആദ്യം മനസ്സിൽ അങ്കുരിച്ചത് രാമനാമം, രാമസ്മരണ. സന്തോഷമായി. നാവെന്തിനാണോ ഭഗവാൻ സമ്മാനിച്ചത് അത് ആ ജോലി ചെയ്തതായി തോന്നി. തലേദിവസത്തെ തീരുമാനം ഒന്നുകൂടി ഉറപ്പിച്ച് നിത്യകർമ്മങ്ങൾ ചെയ്തു. പിന്നീട് പൂക്കൾ സംഘടിപ്പിച്ച് സായിദർശനത്തിനായി ഇറങ്ങി. ദുട്ടിവാടയിൽ നിന്നും പുറത്തുവന്നപ്പോൾ ഔരംഗബാദ്കർ ഇമ്പമായി പാടുന്നത് കേട്ടു. ഭക്തിരസപ്രധാനമായ ആ കീർത്തനത്തിന്റെ സാരം ഇതായിരുന്നു: ഞാൻ അനുഗൃഹീതനാണ്. ഗുരുകൃപയാൽ അമൂല്യമായ രാമനാമം എനിക്കാശ്രയമായി ലഭിച്ചു. രാമൻ എനിക്കു അകമേയും പുറമേയും വിലസുന്നു. കിനാവിലും ഞാൻ കാണുന്നത് സീതാരാമന്മാരെ മാത്രം. ജനാർദ്ദന ശിഷ്യനായ ഈ ഏകനാഥൻ കാണുന്നതും കേൾക്കൂ. നന്ദും എല്ലാം രാമൻ. രാമൻ മാത്രം, സമസ്തവും രാമമയം. സാരം. ഏകനാഥസ്വാമികളുടെ ഈ കീർത്തനം ബാബയുടെ തിരുസന്നിധിയിൽ ആ ഭക്തൻ പാടുന്നത് കേട്ട് ഞാൻ കേട്ടിയാൽ വിവശനായി. ദയാമയിയായ സായീശ്വരി ഭക്തന്റെ ഉത്തമമായ തീരുമാനത്തെ ഒന്നുകൂടി ഉറപ്പിക്കാനായി ഒരുക്കിയ ദിവ്യരംഗമായിരുന്നു അത്. ഔറംഗബാദ്കറിന് വേറെ എത്രയോ കീർത്തനങ്ങൾ അറിയാം. ഈ കീർത്തനം തന്നെ ആ സമയത്ത് എന്തുകൊണ്ട് പാടാൻ തോന്നി? അത് സായിലീല തന്നെ. ഭക്തന്റെ സച്ചിന്തകളെ പരിപോഷിപ്പിക്കുക അവിടുത്തെ തീരുമാനമാണ്. തിരുനാമജപത്തിന്റെ മാഹാത്മ്യം ആർക്ക് വിവരിക്കാനാകും? രാമനാമം എത്ര മഹനീയം! കവർച്ചക്കാരനായ കാട്ടാളനായ രത്നാകരൻ വാൽമീകിയായത് ആ തിരുനാമം ജപിച്ചല്ലേ. രാമെന്ന് ജപിക്കാൻ പോലും സുഹൃതമില്ലാത്തതിനാൽ കാട്ടാളൻ ജപിച്ചത് മര 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 എന്ന്. അങ്ങനെ മര നിരന്തരം ജപിച്ച് അത് രാം എന്നായി. ഫലമോ കാട്ടാളൻ മഹാമഹർഷിയായി മാറി. എന്തിന്? രാമചരിതവും എഴുതി. നിരന്തരം രാമനാമം ജപിക്കുന്നവൻ ജനനമരണചക്രത്തിൽ നിന്നും വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടും. എവിടെ രാമനാമം ജപിക്കുന്നുവോ അവിടെ മഹാവിഷ്ണുവിന്റെ സുദർശനചക്രം ക്ഷേത്രരക്ഷയ്ക്കായി കറങ്ങിത്തിരിയുന്നുണ്ടാകും. ഭക്തന്റെ സമഗ്രമായ വളർച്ചയിൽ അത്യന്തം ശ്രദ്ധാലുവായിരുന്നു സായീശ്വരൻ. ഭക്തനെ ഉപദേശിക്കാനും വേണമെങ്കിൽ ശാസിക്കാനും അവിടത്തേക്ക് പ്രത്യേകമായി ഒരിടമോ സമയമോ വേണ്ടിയിരുന്നില്ല. രസകരമായൊരു സംഭവം കേൾക്കൂ. ഒരിക്കൽ ഒരു ഭക്തൻ പരദൂഷണം പറയുന്നതിൽ അതിതാൽപരൻ.
മറ്റുള്ളവരിലെ മേന്മകൾ കാണാൻ അയാൾക്കായില്ല. പക്ഷെ അവരിലുള്ള കുറവുകളെല്ലാം നന്നായി മനസ്സിലാക്കുകയും ചെയ്യും. അത് പറയാവുന്നിടത്തൊക്കെ പറയും. ഇയാളുടെ പരദൂഷണം കേട്ടിരിക്കുന്നവർക്കുകൂടി അതൃപ്തിയായി. പരദൂഷണക്കാരെക്കുറിച്ച് ആചാര്യന്മാരുടെ അഭിപ്രായം എന്തെന്നറിയണ്ടേ? അഴുക്കുകളയുവാൻ നാം സോപ്പും വെള്ളവും ഉപയോഗിക്കുന്നതുപോലെ പരദൂഷണക്കാരൻ തന്റെ നാവുകൊണ്ട് അന്യരുടെ മാലിന്യങ്ങൾ നക്കി വൃത്തിയാക്കുകയാണ്. അങ്ങനെ അയാൾ വിമർശിക്കപ്പെടുന്നവനെ സത്യത്തിൽ സഹായിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ചിന്തിച്ചാൽ പരദൂഷണക്കാരനെ പ്രശംസിക്കണം. രണ്ടാമതായി, നമ്മുടെ കുറ്റങ്ങളും കുറവും ചൂണ്ടിക്കാട്ടി നാം സ്വയം മെച്ചപ്പെടാൻ അയാൾ സഹായിക്കുന്നു. അങ്ങനെ നമ്മുടെ ഭാവി അയാൾ സുരക്ഷിതമാക്കുന്നു. ഒരാളുടെ കുറവ് പറയേണ്ടി വന്നാൽ അയാളോട് നേരിട്ട് പറയണം. അല്ലാതെ നിന്ദിക്കുകയോ അപഹസിക്കുകയോ അരുത്. മറ്റൊരുവനിൽ കുറ്റം കണ്ടെത്തുമ്പോൾ ആ കുറ്റം ആദ്യം നമ്മുടെ മനസ്സിലാണ് പതിയുന്നത്. അങ്ങനെ നാം സ്വയം കളങ്കപ്പെടുകയാണ് എന്ന് മറക്കരുത്. സായീശ്വരൻ പരദൂഷണക്കാരനെ ലണ്ടിത്തോട്ടത്തിലേക്ക് പോകും വഴി കണ്ടു. അപ്പോൾ തെല്ലുമാറി അവിടെ ഒരു പെൺപന്നി താഴെ കിടക്കുന്ന മലം വളരെ സ്വാദോടുകൂടി കഴിക്കുന്നുണ്ടായിരുന്നു. സർവ്യാന്തര്യാമിയായ ബാബ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരദൂഷണക്കാരനോട് പറഞ്ഞു, നോക്കൂ, എന്തൊരു സ്വാദോടെയാണ് അവളത് ഭക്ഷിക്കുന്നത്. നീയും ഇതുതന്നെയല്ലേ ചെയ്യുന്നത്? സഹോദരങ്ങളെ, മതിവരുവോളം നീ ദൂഷിക്കുന്നു. വളരെയേറെ പുണ്യം ചെയ്തിട്ടാണ് നിനക്കീ മനുഷ്യശരീരം ലഭിച്ചത്. എന്നിട്ടും ഇങ്ങനെ പരദൂഷണവുമായി നടന്നാൽ ഷീർദിക്ക് നിന്നെ എങ്ങനെ സഹായിക്കാനാകും? അവിടുത്തെ വാക്കുകൾ ഭക്തന്റെ ഹൃദയത്തിൽ തുളച്ചുകയറി. അയാൾ ഒരിക്കലും മറക്കാത്ത പാഠം. ഈ അരുളപ്പാടുകൾ മനസ്സിൽ സൂക്ഷിച്ചാൽ നമുക്ക് നന്ന്. ചിലർ പറയാറുണ്ട്, എനിക്കുറച്ച വിശ്വാസവും ഭക്തിയുമുണ്ട്, ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിലും എനിക്കു വേണ്ടതെല്ലാം ഭഗവാൻ നൽകും. അത് ശരിതന്നെ. വിശപ്പു ശമിക്കാനും നാണം മറയ്ക്കാനുമുള്ളത് ഭഗവാൻ തരിക തന്നെ ചെയ്യും. പക്ഷെ ആത്മീയകാര്യത്തിൽ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയല്ല. അതിന് പണിയെടുക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ സ്വയം വഞ്ചിതനാകും. വിതയ്ക്കുന്നതേ കൊയ്യാനാകൂ. അതുകൊണ്ട് അവിടുത്തെ അമൃതോപദേശങ്ങൾ നാം ജീവിതത്തിൽ ശീലിക്കുക തന്നെ വേണം. ഇതും സായീശ്വരന്റെ വചനങ്ങൾ തന്നെയാണല്ലോ. ബാബയുടെ വാക്കുകൾ കേൾക്കുന്തോറും ആനന്ദം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഹൃദയം ഭക്തിവിശ്വാസങ്ങളാൽ പൂർണ്ണമെങ്കിൽ അവയുടെ വേരുകൾ കൂടുതൽ ആഴത്തിലേക്കിറങ്ങിച്ചെല്ലും. സായീശ്വരൻ അരുളുന്നു, ഞാൻ എല്ലായിടത്തുമുണ്ട്. കരയിലും കടലിലും കാട്ടിലും തിക്കിലും തിരക്കിലും വിജനതയിലും എങ്ങും എവിടെയും ആകാശമണ്ഡലത്തിലും ഞാൻ നിറഞ്ഞിരിക്കുന്നു. ഞാനില്ലാത്തൊരിടമില്ല. ഞാനീ 3 മുഴം ശരീരത്തിൽ ഒതുങ്ങുന്നുവെന്ന് കരുതുന്നുവോ? അത്തരക്കാരുടെ സംശയം മാറ്റാനാണ് അവതാരം. ഇരവുപകൽ എന്നെ ചിന്തിക്കുന്നവർ എന്നോട് ഏകീഭവിക്കുന്നു. ശർക്കരയിൽ നിന്നും മധുരം വേർപെട്ടേക്കാം, കടലിൽ തിരകളില്ലാതാകാം, പക്ഷേ എന്റെ ഭക്തൻ എന്നെ വിട്ടുപോകില്ല. ഞാനില്ലാതെ അവനില്ല. ജനനമരണചക്രത്തിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ ധർമ്മിഷ്ഠനായി ജീവിക്കുക തന്നെ വേണം. അതിനായി മനം ശുദ്ധവും ശാന്തവുമായി സൂക്ഷിക്കുക. ഒരിക്കലും പരുഷമായി ആരോടും സംസാരിക്കരുത്. വാക്കുകൾ കൊണ്ടാരെയും മുറിപ്പെടുത്തരുത്. നിന്റെ മനസ്സും ബുദ്ധിയും എനിക്കേകുക. അവിടെ ഞാനല്ലാതെ മറ്റാരും വേണ്ടതില്ല. അങ്ങനെയായാൽ ശരീരത്തിന് എന്തു സംഭവിക്കുമെന്ന ആകാംക്ഷ കൂടി ഉണ്ടാകില്ല. അവൻ നിർഭയനായിത്തീരും. എന്റെ കഥകൾ കേൾക്കുകയും വർണ്ണിക്കുകയും ചെയ്യുന്ന ഭക്തൻ, എന്നോട് മാത്രം കേതിയുള്ള ഭക്തൻ, തീർച്ചയായും അവൻ എന്നോട് ചേരും. എന്റെ നാമം സ്വീകരിക്കൂ, എന്നിൽ ശരണാഗതനാകൂ. പക്ഷേ ഞാനാരെന്നറിയാൻ എന്റെ കഥകൾ കേൾക്കൂ, അവയെ ധ്യാനിക്കൂ. ഓരോരുത്തരോടും ബാബ കൽപ്പിച്ചത് അവരവർക്ക് ഉചിതമായ മാർഗമായിരുന്നു. നാമജപം, കഥാശ്രവണം, രാമായണപാരായണം, ഭജന, പാദസേവ, ഗീതോപനിഷത്തുക്കളുടെ പഠനം, ഇങ്ങനെ എത്രയോ വിഭിന്നമായ മാർഗങ്ങൾ അവിടുന്ന് ഉപദേശിച്ചു. ചിലർക്ക് നേരിട്ട് ഉപദേശം നൽകി, ചിലരുടെ സ്വപ്നത്തിലെത്തി അവിടുന്ന് വഴി കാണിച്ചു. ഒരിക്കൽ ഒരു മദ്യപന്റെ സ്വപ്നത്തിലെത്തി ബാബ. അവിടുന്ന് അവന്റെ നെഞ്ചിൽ കയറിയിരുന്ന് അമർത്തി. തന്റെ നെഞ്ചിൻകൂട് തകരുമെന്ന് തോന്നിയതോടെ ഇനി മദ്യം തൊടില്ലെന്നവൻ പ്രതിജ്ഞ ചെയ്തു. അതോടെ മാത്രമാണ് ഭയങ്കരമായ ആ സ്വപ്നാനുഭവം മറഞ്ഞതും. ഒരിക്കൽ ഒരു ഹഠയോഗിക്ക് അവിടുന്ന് സന്ദേശം കൊടുത്തുവിട്ടു, ഹഠയോഗം നിർത്തു, ക്ഷമയോടെ കാത്തിരിക്കൂ. ഗുരുർ ബ്രഹ്മ തുടങ്ങിയ മന്ത്രങ്ങൾ ഒരു ഭക്തന് സ്വപ്നത്തിൽ ബാബ ഉപദേശിച്ചു. കാര്യങ്ങൾ ഇങ്ങനെയെങ്കിലും അവിടുന്ന് പലവട്ടം ഉപദേശിച്ചിട്ടും നാം അനുസരിച്ചില്ലെങ്കിലോ? ബാബ തന്നെ അരുളുന്നു, എന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് എന്റെ വാക്കുകൾ സ്വീകരിക്കാതെ അനുസരിക്കാതെ കഴിഞ്ഞാൽ അത്തരക്കാരെ ഞാൻ ദൂരെ എറിയും. അവിടുന്ന് അനുസരിക്കുന്നവരെ അവിടുന്ന് കഷ്ണമണി പോലെ കാത്തുരക്ഷിക്കുന്നു. ഒരു നട്ടുച്ച നേരം ബാബ രാധാകൃഷ്ണമായിയുടെ ഗൃഹത്തിനടുത്തെത്തി. ബാബയ്ക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പോലും വയ്യ. ക്ഷീണിതൻ. കൂടെ സഹായികളുണ്ട്. പെട്ടെന്ന് കൂടെയുണ്ടായിരുന്നവരോട് അവിടുന്ന് പറഞ്ഞു, ഒരു കോണി കൊണ്ടുവരൂ. ആരോ ഒരാൾ തിരക്കിട്ട് കോണിയുമായി എത്തി.
ബാബ ഗോൺബറിന്റെ വീട്ടിനുമേലെ കോണി ചാരിവച്ചു. അതിനുശേഷം അവിടുന്ന് കോണിയിലൂടെ മേൽക്കൂരയിൽ കയറി. എന്തിനെന്ന് ആർക്കും ഒരെത്തും പിടിത്തവും കിട്ടിയില്ല. അതിനുശേഷം ബാബ രാധാകൃഷ്ണമായിയുടെ വീടിന്റെ മേൽക്കൂരയിലേക്ക് കടന്നു. ഈ സമയം രാധാകൃഷ്ണമായി താഴെ വീട്ടിൽ കടുത്ത മലമ്പനി പിടിച്ച് വിറച്ചുകിടക്കുകയായിരുന്നു. ഇതൊരുപക്ഷേ രോഗമകറ്റാനുള്ള അവിടുത്തെ പ്രത്യേക രീതിയായിരിക്കും. ബാബ മേൽക്കൂരയിലൂടെ മറുഭാഗത്തെത്തിയപ്പോഴേക്കും ഭക്തന്മാർ കോണി അവിടെ കൊണ്ടുവന്നുവച്ചു. അതിലൂടെ ബാബ താഴെയിറങ്ങി. നിലത്ത് തൃപ്പാദങ്ങൾ വച്ച ഉടനെ അവിടുന്ന് 2 രൂപ കോണിയുടെ ഉടമസ്ഥന് നൽകി. കൂടെയുണ്ടായിരുന്ന പലർക്കും അത്ഭുതം തോന്നി. എന്തിനിത്രയേറെ പണം കൊടുക്കുന്നു? അതിന്റെ ആവശ്യമെന്ത്? ഒരാൾ ബാബയോട് ചോദിക്കുകയും ചെയ്തു. അവിടുന്ന് പറഞ്ഞു, ഒരിക്കലും ആരിൽ നിന്നും ചെറിയൊരു അധ്വാനം പോലും സൗജന്യമായി സ്വീകരിക്കരുത്. ബാബയുടെ ഉദ്ദേശ്യം ആർക്കറിയാം? പക്ഷേ അവിടുത്തെ വാക്കുകൾ സ്വീകരിച്ചാൽ അത് നന്മയിലേക്ക് നയിക്കും. തൊഴിൽ രംഗത്ത് ഈ തത്വം നടപ്പിലാക്കിയാൽ എത്ര നന്ന്. സർവേശ്വരനായ സായീശ്വരന്റെ തൃപ്പാദത്തിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കുന്നു. 19-ാം അധ്യായം സമാപ്തം. ഓം അസഹായ സഹായായ നമഃ.